ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ ഗണിതമാണ്, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. ഇത് മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ ക്ലാസ് നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 7ാമത്തെ പാഠമായ കൂടിയതും കുറഞ്ഞതുമാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേര് ചാപ്റ്റർ 7, കൂടിയതും കുറഞ്ഞതും. അപ്പം നമുക്ക് നോക്കിയാലോ. നമ്മളത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നോക്കിയാലോ, കൂടിയതും കുറഞ്ഞതും. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ചക്കയും അതുപോലെ തന്നെ കോഴികൾ, പക്ഷി, മരങ്ങൾ, 2 കുട്ടികൾ, അച്ഛനമ്മമാർന്ന് തോന്നിക്കുന്ന 2 വ്യക്തികൾ, ഇതെല്ലാം തന്നിട്ടുണ്ട് അല്ലേ. പക്ഷികൾ, മരങ്ങൾ എല്ലാം ഉണ്ട് അല്ലേ. കുറേ ചക്കയൊക്കെ ഉണ്ട്. അപ്പം എന്താണ് നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യം എന്ന് നോക്കാം. ആദ്യം തന്നെ അവർ പറയുന്നതാണ് വലിയ ചക്ക പറിക്കാം. നമുക്കതിൽ വലുത് പറിക്കാമെന്ന് പറയുന്നുണ്ട്. വലിയ ചക്ക പറിക്കാൻ ഈ കമ്പ് വേണം. അപ്പോൾ ആ കുട്ടി, ആൺകുട്ടി പറയാണ് വലിയ ചക്ക പറിക്കാൻ ഈ വലിയ കമ്പ് വേണം. അപ്പോൾ പെൺകുട്ടിയോ, ഞാൻ കൊണ്ടുവന്ന കമ്പ് കൊണ്ടും പറിക്കാം എന്നാ പെൺകുട്ടി പറയുന്നു. ഏത് കമ്പിനാണ് കൂടുതൽ നീളം? അപ്പം നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ഏത് കമ്പിനാണ് നീളം കൂടുതൽ? ആൺകുട്ടി കൊണ്ടുവന്നതിനാണ് നീളം കൂടുതൽ. അപ്പോൾ ആ ബോക്സിൽ നമുക്കൊരു ടിക്ക് ഇടാം. ഇനി നമ്മുടെ ചോദ്യം, ചുവടെയുള്ള ചിത്രങ്ങളിൽ ഓരോന്നിലും നീളം കൂടിയതിന് ടിക്ക് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ കണ്ടല്ലോ, പെൻസിലിൽ ടിക്ക്, വലിയ ലോങ് ആയിട്ടുള്ള നീളം കൂടിയതിൽ ടിക്ക് ഇടുക. രണ്ടാമത് നീളം കൂടിയ കൊടയിൽ ടിക്ക് ഇട്ടു, രണ്ടാമത്തെ. മൂന്നാമത്തെ ആണെങ്കിൽ ആദ്യ ചിത്രമാണ്, അതിൽ ടിക്ക് ഇടുക. നാലാമത്തെ ആണെങ്കിൽ ആദ്യ ചിത്രമാണ്, അതിൽ ടിക്ക് ഇടുക. അടുത്തത് 2 സ്കെയിലുകൾ ഉണ്ട്, അതിൽ ആദ്യത്തെ സ്കെയിലാണ് നീളം കൂടിയത്, അപ്പോൾ അതിൽ ടിക്ക് ഇടുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് 2 സ്പൂണുകൾ ഉണ്ട്, അതിൽ രണ്ടാമത്തെ സ്പൂണിൽ ടിക്ക് ഇടാം. അടുത്ത് നോക്കൂ, പട്ടം പറത്തുന്നവർ. കുട്ടികൾ പട്ടം പറത്തുന്നത് കണ്ട് അജിനവ് ഓടി വന്നു. ആരുടെ പട്ടമാണ് കൂടുതൽ ഉയരത്തിലുള്ളത്? അപ്പം നമുക്കവിടെ ആരാധ്യ പട്ടം പറത്തുന്നുണ്ട്, വൈഗ പട്ടം പറത്തുന്നുണ്ട്, ഇതളും അമറും പട്ടം പറത്തുന്നുണ്ട്, അമീൻ പറത്തുന്നുണ്ട്, അജിനവ് പറത്തുന്നുണ്ട് അല്ലേ. അപ്പം ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതളും അമറും കൂടി പറത്തുന്നതാണ് ഏറ്റവും നീളത്തിൽ പോയിരിക്കുന്നത് അല്ലേ. അപ്പം ആരുടെ പട്ടമാണ് ഉയരത്തിലുള്ളത്? ഇതളിൻ്റെയും അമറിൻ്റെയും. ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഉയരത്തിലുള്ള പട്ടത്തിന്റെ ചരടിലൂടെ ചുവന്ന നിറം കൊണ്ട് വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് വരച്ചു കൊടുക്കുക. അടുത്തത് ഇവിടെ പറയുന്നു നോക്കൂ, അമ്മയും കുട്ടിയും കൂടെ. അമ്മേ, ഈ ചക്ക എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മ എന്താ പറയണേ? അത് ഞാൻ എടുത്തോളാം, നീ ഭാരം കുറഞ്ഞത് എടുത്തോ. അപ്പൊ ഭാരമുള്ള ചക്ക നീ എടുക്കണ്ട, ഞാൻ എടുക്കാം, നീ ഭാരം കുറഞ്ഞത് നീ എടുത്താൽ മതി എന്ന് അമ്മ പറയുന്നു. അടുത്തത് ചിത്രങ്ങൾ നോക്കൂ. ഓരോ വരിയിലെയും ഭാരം കൂടിയതിന് വട്ടം വരയ്ക്കൂ. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഭാരമുള്ളതും ഭാരമില്ലാത്തതും ഉണ്ട് അല്ലേ. അപ്പോൾ ഭാരം കൂടിയതിന് നമ്മൾ വട്ടം വരച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ചിത്രമാണ് വട്ടം വരയ്ക്കേണ്ടത്, രണ്ടാമത്തെ ആദ്യത്തെ തന്നെയാണ്. അടുത്തതൊരു ജഗ്ഗും മറ്റേ ഒരു തൂക്കുപാത്രം പോലെ തൂക്കുപാത്രത്തിൽ കൊടുക്കുക. അടുത്തതൊരു കസേരയും ടേബിളും ആണ്, ടേബിളിൽ റൗണ്ട് ചെയ്യുക. അടുത്തത് നമുക്കൊരു മാങ്ങയും അതുപോലെ തന്നെ ഒരു ഇളനീരുമാണ് അല്ലെ, തേങ്ങയാണ്. അപ്പം നമ്മൾ ആ തേങ്ങയിൽ കൊടുക്കണം. ആർക്കാണ് ഭാരം കൂടുതൽ? ഇനിയുള്ള ചിത്രത്തിൽ ഒരു കുരങ്ങനും ഒരു ആനയും ഉണ്ട്. നമുക്കറിയാം 2 പേരിൽ ആർക്കായിരിക്കും ഭാരം കൂടുതൽ? ആനയ്ക്ക് തന്നെയാണ് അല്ലേ. അപ്പം ആനയ്ക്ക് നിങ്ങൾ ടിക്ക് കൊടുക്കുക. ഇനി ഭാരം കൂടുതൽ കയറ്റിയ തോണി അടയാളം ഇടൂ. നമുക്ക് ഈ 2 തോണിയിൽ ഏറ്റവും കൂടുതൽ സാധനം ഏതിലാണ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറയണില്ലേ? രണ്ടാമത്തേൽ അല്ലേ. അപ്പൊ രണ്ടാമത്തേൽ ടിക്ക് ഇടൂ. കണ്ടോ, ഇതുപോലെ ടിക്ക് ഇടാൻ മാത്രമാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം. അടുത്തത് നിറം കൊടുക്കൂ. കൂടുതൽ ഭാരം ഉയർത്തി നിൽക്കുന്നത് ആരാണ്? കളത്തിൽ നിറം കൊടുക്കൂ. ആ കൂടുതൽ ഭാരം ഉയർത്തി നിൽക്കുന്നത് ഇയാൾ തന്നെയാണ് അല്ലെ, രണ്ടാമത്തെ ചിത്രം. അപ്പോൾ നമ്മൾ അവിടെ ചുവപ്പ് നിറം കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കൂ, കൂടുതൽ വേണം. അത് വായിക്കാം നമുക്ക്. ഉയരത്തിലുള്ളൊരു കായ പറിക്കാൻ നീളം കൂടിയ കമ്പ് വേണം. ശരിയാണല്ലേ. ഉയരത്തിൽ ഒരു കായ പറിക്കാൻ നീളം കൂടിയ കമ്പ് തന്നെ വേണം. ഉയരത്തിൽ പട്ടം പാറണമെങ്കിൽ നീളം ചരടിനേറെ വേണം. ഭാരം കൂടിയ വസ്തു ഉയർത്താൻ കൈകൾക്കേറെ ബലം വേണം.
കൂടുതൽ വെള്ളം എടുക്കാൻ പാത്രം വലിയത് തന്നെയാകണം. ഓക്കെ, ഇനി ദാഹം അകറ്റാം. അച്ഛ, എനിക്ക് ദാഹിക്കുന്നു. ഇവിടെ 2 ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ പറയുന്നു, ഞാൻ നാരങ്ങ വെള്ളം എടുക്കാം, മുഴുവൻ കുടിക്കണം. എന്നിട്ട് അച്ഛൻ വലിയൊരു ഗ്ലാസ്സിലാണ് നാരങ്ങ വെള്ളം കൊണ്ട് കൊടുക്കുന്നത്. അപ്പം കുട്ടി എന്താ പറയുന്നത്? ഇതിൽ നിറയെ ഉണ്ടല്ലോ, ഇതിൽ കുറേ ഉണ്ട് അല്ലേ, ഇതിൽ നിറയെ ഉണ്ടല്ലോ, മുഴുവൻ ഞാൻ കുടിക്കും എന്ന് പറയണു കേട്ടോ. ഏത് ഗ്ലാസ്സിലാണ് കൂടുതൽ നാരങ്ങ വെള്ളം ഉള്ളത്? അപ്പൊ നമുക്ക് നാരങ്ങ വെള്ളം ഏത് ഗ്ലാസ്സിലായിരിക്കും ഉണ്ടാവുക? ആ വലിയ ഗ്ലാസ്സിൽ. ഇനി ചിത്രം നോക്കൂ. നമുക്ക് 1, 2, 3, 4, 5, 6 എന്ന് മാർക്ക് ചെയ്ത് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ചിത്രം കണ്ടല്ലോ, ഓരോന്നിലും എന്തെല്ലാം എടുക്കാം. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ ഓരോ സാധനത്തിലും ഓരോന്നാണ് എടുക്കൽ. ഇപ്പൊ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ വെള്ളം, ജ്യൂസ്, പാലെല്ലാം കുടിക്കും. രണ്ടാമത്തെ പാൽപാത്രമാണ്. സൊസൈറ്റിയിലൊക്കെ പാല് കൊണ്ടുപോണ പാത്രങ്ങളാണ് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ പാൽക്കാരൻ പാല് കൊണ്ടുവരാൻ വരികയാണെങ്കിൽ ഈ പാത്രത്തിലാണ് കൊണ്ടുവരിക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൈക്കിളിലും 2 വീലറിലും ഒക്കെ പാല് കൊണ്ടുവരുന്ന, ആ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന പാല് ഇങ്ങനത്തെ പാത്രത്തിലാണ് അവർ കൊണ്ടുവരിക. പാല്. മൂന്നാമത്തത് ഒരു മഗ്ഗാണ്, കപ്പയിൽ വെള്ളം. നാലാമത്തെ വാട്ടർ ബോട്ടിലാണ്, അതിലും വെള്ളം. അഞ്ചാമത്തെ ഒരു ബക്കറ്റാണ്, അതിലും വെള്ളം. ആറാമത്തെ സ്പൂണാണ്, സ്പൂണിൽ നമ്മൾ മരുന്നും ആഹാരവും ഒക്കെ കഴിക്കും അല്ലേ. ഇവയിൽ ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക? അതിന്റെ ചിത്രം താഴെ വരയ്ക്കൂ, നിറം കൊടുക്കണേ. അപ്പൊ ഇതിൽ ഏതിലായിരിക്കും? ആ ബക്കറ്റിൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ അതൊന്ന് വരയ്ക്കുക, നിറം കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള നിറം നിങ്ങൾ കൊടുത്തോളൂ. നമുക്കിപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.